ഈ നല്ല ചൂടിൽ നല്ലൊരു ചക്കപ്പഴം മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി എടുത്താലോ? അപ്പോൾ ഇതാ ചക്കപ്പഴത്തിൻ്റെയൊക്കെ സീസണൊക്കെ ആയിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ ആ ചക്കപ്പഴം കിട്ടുവാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. ഒരുപാട് ചക്കയൊന്നും വേണ്ട. നല്ല പഴുത്ത ചക്കച്ചോളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു കുറച്ചൊക്കെ എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഷേക്ക് ഉണ്ടാക്കി നോക്കട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ഐസ്ക്രീമിനെ വെല്ലും. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതുപോലെ കൂഴ നിങ്ങൾക്ക് വരിക്കോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കപ്പഴം എടുക്കാം കേട്ടോ. ഇതിപ്പോൾ കൂഴയാണ് കേട്ടോ, ഈ വലിയ സൈസ് ചക്കയാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ ഇത് എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു ഉള്ളിലത്തെ ഒരു ചോളയും അല്ല സോറി ചോളയല്ല കുരുവും ഇതിനകത്ത് ഉള്ള എന്ത് സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് എടുത്ത് വെള്ളം കളഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ കട്ടപ്പാൽ നമ്മൾ വീട്ടിൽ വാങ്ങുന്ന പാല് കട്ടയാക്കി എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടേക്കട്ടെ. ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ട് ആ വീഡിയോ, നിങ്ങളിത് കണ്ട് നോക്കിക്കോട്ടോ. അങ്ങനെ നമ്മളിന്ന് പച്ചപ്പാൽ കട്ടയാക്കി എടുത്തിട്ട് നമ്മൾ അതൊന്ന് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ആ എടുത്ത് വെച്ചേക്കുന്ന ചക്കപ്പഴമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് അങ്ങോട്ട് വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അങ്ങോട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ അരച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇതിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ടയൊക്കെ വെച്ചേക്കുന്ന കട്ടപ്പാലുണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കാവേ. പഞ്ചസാര നിങ്ങൾക്ക് എന്തോരാണ് ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിന്. നമ്മൾ ചക്കപ്പഴ ഐസ്ക്രീം ഒക്കെ കഴിക്കത്തില്ലേ, അതിൽ രുചിയാണ് കേട്ടോ. ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി നമ്മൾ ഈ ഇട്ട് ഒഴിച്ചേക്കുന്നത് ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളം കൂടി മിക്സ് ചെയ്തേക്കുന്ന പാലാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ എന്നിട്ട് അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം നമുക്കത് അതുപോലെ എടുത്തിട്ട് ഒന്ന് കുറച്ച് അലങ്കാരപ്പണിയൊക്കെ ചെയ്തങ്ങ് എടുക്കാം കേട്ടോ. അപ്പം റംസാനിലേക്കും വിരുന്നുകാരൊക്കെ വന്നു കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് ടേബിളിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയിൽ ഇടിക്കും. അതുമാത്രമല്ല നല്ല ചൂടത്താണെങ്കിലും ഇതുപോലെ ഒന്നെടുത്ത് കഴിക്കാം കേട്ടോ. കുറച്ച് ക്യാഷ്യൂ നട്ട്സും ഐസ്ക്രീമും കൂടെ ഇട്ടിട്ട് എടുത്തോട്ടോ. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കി നോക്കട്ടെ.